അപ്പോൾ എല്ലാവരും ടീസർ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ പറയാ, ഇറ്റ് വാസ് നത്തിങ് ബട്ട് ഫയർ അല്ലേ? കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ബിഗംസ് ഒരുമിക്കുന്ന ഒരു സിനിമ. ടീസറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കേരളത്തിലൊരു കഥ പറയുന്നതിന് പകരം മൊത്തത്തിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു സംഗതിയും അതിന് തടയിടാൻ ശ്രമിക്കുന്ന ലീഡ് ഹീറോസും പോലൊരു സബ്ജക്ട്. സംഗതി ഹെവി അല്ലേ? ഇതേ ഡയറക്ടറുടെ ടേക്ക് ഓഫ് എന്ന സിനിമ ഒന്ന് ഓർത്താൽ മതി. ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തു വെക്കുന്നതിൽ യാതൊരു ക്വാളിറ്റി കോംപ്രമൈസും ഉണ്ടാവില്ല എന്നറിയാൻ. കൂടുതൽ ഡീകോഡിംഗിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇനി ഇൻ കേസ് ഈ പടം പുറത്തിറങ്ങുമ്പോൾ അതിനകത്തുള്ളത് ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് കണ്ടന്റ് ആണെങ്കിൽ കൂടിയും ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ആവും. കാരണം കഥ എന്തോ എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മൾ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടാളുകൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരുമിക്കുന്നു എന്നുള്ളതായിരിക്കും. ടീസറിൽ ഫഹദ് ഫാസിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവർ വീണ്ടും ഒരുമിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് അറിയുമോ എന്ന്. അതിന് ഉത്തരം ആള് തന്നെ പറയുന്നുണ്ട്, ബ്ലാസ്റ്റ്. ഒരുപക്ഷെ സിനിമയിൽ ആ ഡയലോഗ് ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കാം. പക്ഷെ അത് കേട്ടിരിക്കുന്ന മലയാളികളായ നമ്മൾക്ക് അത് നമ്മുടെ ബിഗംസിനെ പറ്റി പറയുന്നതായേ തോന്നുള്ളൂ. പിന്നെതാ ഈ പിടിച്ചിരിക്കുന്ന കൈകൾ നമ്മുടെ ലാലേട്ടൻ്റെതാവുമെന്ന് കരുതാം. പഴയ നമ്പർ 20 മദ്രാസ് മെയിലിൽ ചെയ്ത ഉപകാരത്തിന് ഒരു പ്രത്യുപകാരം. എനിവേസ്, ടു കൺക്ലൂഡ്, ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേരുകൾ ട്വിസ്റ്റ് ചെയ്ത് വികൃതമാക്കി ഓൺലൈനിൽ ഇവർ അബ്യൂസ് ചെയ്ത് നടക്കുന്ന ഒരുപാട് സൈക്കോപാത്തുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും ഇവർ ഉള്ളിടത്തോളവും അതിനുശേഷവും ഇവരുണ്ടാക്കിയെടുത്ത ലെഗസി ഒരിക്കലും മാഞ്ഞു പോവില്ല.